ഇതാണ് മോനെ സ്വർഗം. ഹാപ്പി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. നമ്മളെന്നുള്ളത് ജോഷിമിട്ടിലാണല്ലോ. ജോഷിമിട്ടിൻ്റെ ചെറിയൊരു സിറ്റി അല്ലേ, അതായത് കുറേ ഞാൻ കാണിച്ചു തന്ന ഇന്നലത്തെ കുന്നും മലയൊക്കെ എത്രയോ കിലോമീറ്റർ കയറിയിട്ട് ലാസ്റ്റ് കാണുന്ന ഒരു ചെറിയൊരു സിറ്റിയാണ്. ആ സിറ്റീൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇവിടെ നിന്നൊരു പൂരി അടിച്ചിട്ട് നേരെ ബദ്രീനാഥ് ക്ലോസ് ആണെന്നാണ് പറഞ്ഞത്. ബദ്രീനാഥ് കയറാൻ പറ്റുമെന്നുള്ളത് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഓലി ഭാഗങ്ങളിലേക്ക് പോയിട്ട് നേരെ ടു നേപ്പാൾ. അതാണ്. പിന്നെ നമ്മൾ ഈ സിറ്റീൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും പിന്നെ നല്ല തണുപ്പുണ്ടല്ലോ അജോ, അടിപൊളി തണുപ്പുണ്ട്. അജുന് എന്താ പറയുള്ളൂ അവിടെ കണ്ടിട്ട്? സൂപ്പർ ഒന്നും പറയല്ല. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട കാണട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്കോ ഡിസ്ലൈക്കോ എന്താ വെച്ചാൽ ചെയ്തോളി. എന്താ വെച്ചാൽ വേണമെങ്കിൽ സബ് ചെയ്യുക, അല്ലെങ്കിൽ സബ് ചെയ്യണ്ട. എന്താ വെച്ചാൽ എന്തായാലും സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം വേണേൽ ചെയ്യാം. അപ്പോൾ വെൽക്കം ടു ട്രാവൽ റൂട്ട്സ്. ഇറ്റ്സ് മീ റിഷാദ്. കേദാർനാഥ് കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ കൂടുതൽ വരുന്നത്. അതുകൊണ്ട് തന്നെ കേദാർനാഥ് ക്ലോസ് ആയപ്പം ഉള്ള ടാക്സികളെല്ലാം എന്താ ബന്ധിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതുണ്ടല്ലേ, കേദാർനാഥിലേക്കുള്ളതും ടൂറിസ്റ്റുകൾക്കുള്ള ടാക്സികളാണ്. അതായത് ഓലി എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട്. ഓലി ഒക്കെ ഓപ്പൺ അല്ലേ. നമ്മൾ ആദ്യം കേദാർനാഥ് അല്ല കേട്ടോ, ബദ്രീനാഥ് കേട്ടോ. ബദ്രീനാഥ് ക്ലോസ്ഡ് ആയതുകൊണ്ടാണ് ഈ ടാക്സിക്ക് അവിടെ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും എന്താ വെച്ചാൽ കേദാർനാഥും ബദ്രീനാഥും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ഒരേ ഒരു പേരല്ലേ. ബദ്രീനാഥിൻ്റെ കാഴ്ചകളിലേക്ക് ചിലപ്പം പോകാം. എന്താ വെച്ചാൽ 20 കിലോമീറ്ററോളം പോകാം. ബാക്കി അങ്ങോട്ട് വിടുമോ ഇല്ലയെന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും പോയി നോക്കാം. നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ ഫുഡ് കഴിച്ചിട്ടോ. അത് ഞാൻ ഫുഡ് കഴിക്കുന്നതല്ല, എപ്പോഴും ഇടണ്ട വിചാരിച്ചിട്ടാണ് ഫുഡ് കഴിച്ചു. നല്ല ഫുഡിലാച്ചോ, നല്ല അടിപൊളി ഫുഡ്. നമ്മൾ നിന്ന ഒരു റൂമാണിത്. വെറും 500 റുപ്പീസ് ആയിട്ടുള്ളൂ. 400 ചോദിച്ചാൽ തരും. പക്ഷേ ഞാൻ ഇങ്ങനെ ചോദിച്ച് കുറയ്ക്കുക എന്നുള്ളൊരു മടിനെ കൊണ്ട് ചോദിക്കാനായിട്ടാണ്. അപ്പോൾ എന്തായാലും വണ്ടിയിൽ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. നേരെ പോകുന്നത് ഓലിയാണ്. ബദ്രീനാഥ് കയറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓലി പോയിട്ട് തിരിച്ചു വന്നിട്ടൊരു SJM ഓഫീസ് ഉണ്ട്. അതായത് ഇവിടുത്തെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പെർമിഷൻ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് പെർമിഷൻ ചോദിക്കണം. പെർമിഷൻ കിട്ടുമോ ഇല്ലെന്ന് അറിയില്ല. അത് തുറക്കാൻ ഏകദേശം 10-10 ഇപ്പോൾ ഓൾറെഡി 8 ആയിട്ടുള്ളൂ. നമ്മൾ നേരെ ഓലി പോയിട്ട് തിരിച്ച് വന്നിട്ട് അവിടെ പെർമിഷൻ ഉണ്ടോ ഇല്ലെന്നൊക്കെ ചോദിച്ചിട്ടേ നമ്മൾ പോകാനുള്ളൂ. എന്തായാലും ഇനി ഓലിത്തെ കാഴ്ചകളാണ്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടോളൂ. ഈ പോണ വഴിക്കൊക്കെ കാണുന്നത് ചെറിയ ചെറിയ വില്ലേജസ് ആട്ടോ. അതായത് ഇവിടുത്തെ വീട്ടുകാർ, അതായത് ജോഷിമിട്ടാണ് ഇവിടുത്തെ പ്രധാന ഒരു 10, 30, 40, 50 കിലോമീറ്ററിനിടയിലുള്ള അത്യാവശ്യം ചെറിയൊരു ടൗൺ എന്ന് പറയുന്നത്. നമ്മളിന്നലെ വരുന്ന വഴിക്കൊന്നും വേറൊരു ടൗണും കണ്ടില്ല. ഫസ്റ്റ് ബിൻ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് സുനിൽ ജോഷ്മിത്ത്. ടിബറ്റൻ ബോർഡറിലേക്കുള്ള വഴിയാണോ എന്താന്നുള്ളൊരു ആർച്ച് അവിടെ എഴുതിച്ചിട്ടുണ്ട്. ടിബറ്റൻ എന്നൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ ചൈന എത്തിയോന്നൊരു സംസാരം കാര്യങ്ങൾ തന്നെ. എന്തായാലും പോയി നോക്കാം. എന്താണ് മോനെ. പിന്നെ ഇവിടുത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, ഒരുവിധം എല്ലാ റൂഫും ഒരു സ്ലൈഡിങ് ആയിട്ടായിരിക്കണം. എന്തുകൊണ്ടാണ് വെച്ചാൽ അത് സ്നോ വീകുന്ന സമയത്ത് സ്നോ ഒലിച്ച് പോകാനൊക്കെ ആയിരിക്കണം. ഇവിടേക്കാളും കൂടുതൽ മണാലി ഏരിയകളാണ് ഞാൻ അത് കണ്ടത് കേട്ടോ. എന്തായാലും കയറി പോകുന്ന കാഴ്ചകൾ ഭീകരം തന്നെ, ഒരു രക്ഷയില്ല. അതുകൊണ്ടോ താഴ്വരകൾ, ഒരു സിറ്റിയാണ് ശരിക്കും. ഐ മീൻ ചെറിയൊരു സിറ്റി, വലിയ സിറ്റി അല്ലാത്ത ചെറിയൊരു സിറ്റി. രാവിലെ തന്നെ എണീച്ച് വെയിൽ കൊള്ളുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. കാരണം കാണുന്നത് ഫുള്ള് മഞ്ഞാണ്. അപ്പോൾ അതിൻ്റെ എത്രത്തോളം തണുപ്പ് എഫക്റ്റീവായിരിക്കും ഇവിടെ എന്നുള്ളത് ഒന്ന് ഊഹിച്ചാൽ മതി. രാവിലെ കിട്ടുന്ന വെയിൽ ഫുള്ള് കൊള്ളുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പലരും വെയിലത്തിരിക്കുന്നതൊക്കെ. എടാ കാട്ടുപൂച്ചാണോ എന്താണ്? മറ്റേ കുരങ്ങ്, സിംഹവാലൻ കുരങ്ങ് കേട്ടോ. കാലങ്ങൾക്ക് ശേഷം സിംഹവാലൻ കുരങ്ങിനെ കണ്ടു. ഓ നൈസ്. അന്യം നിന്ന് പോണ കുരങ്ങന്മാരതൊക്കെ. ഓലി എത്തിയപ്പോഴുള്ള കാഴ്ച കേട്ടോ. ഫുള്ള് കുറേ വില്ലേജസ്, പിന്നെ അതേപോലെ റിസോർട്ട്സ് ഉണ്ട് കേട്ടോ. അതേമാതിരി ഇവിടെ ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസ് തന്നെയാണ്. പിന്നെ ആ കാണുന്നതാണ് മഞ്ഞുമല. എന്താണ് ഗൈസ് കാണുന്നത്? സ്വർഗ്ഗലോകത്തേക്ക് കയറിയതോ. റോഡൊക്കെ വളരെ മോശമാണ്. പിന്നെ ഒരുപാട് റിസോർട്ട്സുകളും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ട്. അങ്ങനെ റോഡുകളൊക്കെ ഉണ്ട്. താഴ്വരയാണത്. പിന്നെ അതാ മഞ്ഞുമല. പൊളി ഒരു രക്ഷയില്ല കേട്ടോ.
ഓടി 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 ഇതാ ഫൈനൽ മിലിറ്ററീൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് മുകളിലേക്ക് കയറാൻ പറഞ്ഞില്ല ജോ, മുകളിലേക്ക് കയറാം. പക്ഷേ ഇത് എളുപ്പമുള്ള വഴിയാണ്, പക്ഷേ ഇത് മിലിറ്ററിയാണ്, നമുക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ റൗണ്ട് അടിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും അവർ പറഞ്ഞ സ്ഥിതിക്ക് ഇന്ത്യൻ മിലിറ്ററിക്കാരൻ നമ്മളെപ്പോഴും പൾട്ടാന്നാണ് ഇനി പറയട്ടോ, ഇന്ത്യൻ മിലിറ്ററിക്കാരൻ എപ്പോഴും കെയർ ചെയ്യണം. ഇനി നമ്മൾ നേരെ പോകുന്നത് അങ്ങോട്ടേക്കല്ല, അതിൻ്റെ അത് എവിടുന്നാണ് കയറേണ്ടി വെച്ചു. അപ്പോൾ നമ്മൾ അതിലേ പോയി നോക്കാം എന്തായാലും. ഒക്കെ എവിടെയൊക്കെ നല്ല പെട്രോൾ സ്റ്റേഷൻ നോക്ക്. ഇതാണ് ഞാൻ താഴത്തും കാണിച്ചു തന്ന ടെൻറ്റിൻ്റെ ഒരു പരിപാടി. ഏറിപ്പോയാൽ 100-300 ഒക്കെ ഉണ്ടാവുള്ളൂ പെർ ഹെഡ്. അടിപൊളി സ്റ്റേയിങ് ആണ്. അതിൻ്റെ ഉള്ളിൽ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളിത് കണ്ടു അതിൽ ഇങ്ങോട്ട് വന്നാൽ മതിനും. സോ എണീച്ചിട്ട് കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ അന്യായ വ്യൂ ആയിരിക്കും, അന്യായ വ്യൂ. ഇതൊക്കെ ടെൻ്റാണ് കേട്ടോ, കണ്ടോ, ഇതൊക്കെ ടെൻ്റാണ്. കയറി നമുക്ക് മുകളിലേക്ക് പോകാം. അവിടുന്ന് പട്ടാളക്കാർ പറഞ്ഞാൽ മുകളിൽ പോകണം, അതിലേ പോകണം എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും പോയി നോക്കാം. സോ ഹാപ്പി, അടിപൊളി, അന്യായ വ്യൂ, രക്ഷയില്ല. ഉത്തരാഖണ്ഡ് ഹേറ്റ്സ് ഓഫ് യു മാൻ, ഉത്തരാഖണ്ഡ് ഇസ് പൊളി പൊളി. അജോ അജോയുടെ ഫോട്ടോ എടുക്കണത് തന്നെ. ഉത്തരാഖണ്ഡ് എങ്ങനെ, ഉത്തരാഖണ്ഡ് ലൈക്കായില്ലേ, അന്യായ വ്യൂ. നമ്മൾ ഇവിടുത്തെ ചായ എന്താ കിട്ടാണ്, ചായ കുടിച്ച് കുറച്ച് നേരം ഇരിക്കായിരുന്നു കേട്ടോ. ഒലിയിൽ വരുന്നവർ വരിക, ഒലിയിൽ കറക്റ്റ് ടൈമിൽ വരണം. എന്താ വെച്ചാൽ ബദ്രീനാഥ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ വരണം. ബദ്രീനാഥ് ക്ലോസ് ചെയ്തിട്ടിപ്പോൾ 2 വീക്സ് 3 വീക്സ് അങ്ങനെ ആയിട്ടുള്ളൂ. അപ്പം നവംബർ ആദ്യ വാരം മുതൽ ഏപ്രിൽ വരെ, ഫെബ്രുവരി ഏപ്രിൽ വരെ എന്തായാലും ക്ലോസിങ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഏകദേശം മുകളിലെത്തിയപ്പോൾ ഇതാണ് കുറേ റിസോർട്ടും കാര്യങ്ങളാണ്, സ്നോഫോൾസ് ഒന്നുമില്ല, ഈ തട്ടായിട്ടുള്ള റിസോർട്ടുകൾ. പക്ഷേ ആ റിസോർട്ടൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഓരോ റൂം, ഓരോ വീട്, ഓരോ ആൾക്കാർക്ക് അങ്ങനെയാണല്ലോ ശരിക്കും കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ. ഇത് ഫുള്ള് ഇതാ മഞ്ഞുമല. പിന്നെ ഇവിടെയുള്ള മെയിൻ അട്രാക്ഷൻ ചെയർ ലിഫ്റ്റാണ്. അതായത് നമ്മളെ റോപ്പ് വേ എന്ന് പറഞ്ഞാൽ ചെയർ ലിഫ്റ്റ്. ഇത് ഒരാൾക്ക് 500 രൂപയാണ്. ഇവിടുന്ന് ഒരു 800 മീറ്റർ നടന്നിട്ട് കയറിയാലേ റോപ്പ് വേൻ്റെ ഇതിലെത്തുള്ളൂ. പിന്നെ 1 കിലോമീറ്ററോളം ഉണ്ടല്ലോ റോപ്പ് വേ ഓടാൻ, 1 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് റോപ്പ് വേയിൽ ഓടാൻ. അപ്പം അത് നല്ലതായിരിക്കും. പക്ഷെ നമ്മൾ അതിന് മുതിരുന്നുണ്ടോ? മുതിരണം, ഞാൻ മുതിരണം, എന്നാലേ എനിക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും വ്യൂ ഒക്കെ അടിപൊളിയാണ്. നോക്കട്ടെ, നമ്മളൊന്ന് ചിന്തിച്ചിട്ട് വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം റോപ്പ് വേയിലേക്ക് പോകാൻ വേണ്ടി, ഇത് റിസോർട്ട് കേട്ടോ, റോപ്പ് വേയിലേക്ക് കയറണമെങ്കിൽ ഈ വഴിക്ക് കയറിയിട്ട് വേണം അതിൻ്റെ മുകളിലേക്ക് എത്താൻ. അപ്പോൾ ഞങ്ങൾ ഫൈനലി തീരുമാനിച്ച് കയറുന്നില്ല. അതാ ചാണകം വെച്ചോ, ചാണകം ചവിട്ടി അത് അപ്പുറത്ത് ചവിട്ടി. ക്യാപ്റ്റൻ രാജ് കളിക്കുന്നു, ചാണകം ചവിട്ടി കളിച്ച്. അത് നമ്മൾ കയറില്ല തീരുമാനിച്ചു. നമ്മൾ താഴേക്ക് ഇറങ്ങാൻ അതിന് ബദ്രീനാഥിലേക്ക് പോയി ചാണകം ചവിട്ടി. ഞാൻ ആ വണ്ടി കയറി പോയത് കേട്ടോ. നീ അജോ വണ്ടിയിൽ കയറരുത് കേട്ടോ, വണ്ടിയിൽ കയറരുത് ചാണകം ചവിട്ടിയിട്ട്. ചാണകമല്ല ഞാൻ ചവിട്ടിയത്, പിന്നെ ചാണകം അല്ലാണ്ട് മറ്റേ പുഷ്പാഞ്ജലി. ചാണകം നല്ലതാണ്. അത് നോർത്തിൽ കേരളക്കാർക്ക് ചാണകം പറ്റില്ല. ഗൈസ് ഇതാണ് റിസോർട്ട്. ഇത് ഓലി റിസോർട്ടാണ്, അത്യാവശ്യം ഫേമസ് റിസോർട്ടാണ്. അതിനായിട്ടുള്ളൊരു വഴിയാണ് കേട്ടോ ഇത്രയും നേരം കയറിയത്. ഇതിൻ്റെ മുകളിലാണ് മറ്റേ ചെയർ ലിഫ്റ്റുള്ളത്. മഞ്ഞുള്ള സമയത്ത് കയറിയിട്ടേ രസമുള്ളൂ എന്ന് ഇവിടുത്തെ ആൾക്കാർ ഒരാൾ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ കയറുന്നില്ല, മഞ്ഞ് വളരെ കുറവാണ്. നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങാം. ബദ്രീനാഥിലേക്ക് കയറാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. എന്തായാലും വേറെ ഒന്നും ഇവിടെ കാണാൻ ഉണ്ടാവില്ല എന്ന് തന്നെ വിചാരം. ITBPയുടെ ട്രെയിനിങ്, അതിൻ്റെ ഒരു മല കേട്ടോ അത്. ട്രെയിനിങ് കൊടുക്കുന്നതിൻ്റെ കണ്ടോ, ഇതൊക്കെ ട്രെയിനിങ് ചെയ്യുന്നതാണെന്നുള്ള മെയിൻ ഉദാഹരണമാണ്. അതിൻ്റെ റോക്കാണ്. ഒരുപാട് മിലിറ്ററി വണ്ടികൾ കാണാം. ഇവിടുത്തെ മെയിൻ സെക്യൂരിറ്റി ആണല്ലോ. ഞാൻ പറഞ്ഞ കാര്യം തന്നെ 40-45 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമ്മുടെ ചൈന ബോർഡറാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചൈന എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായി മാറിക്കൊണ്ടിരിക്കുന്ന സമയം കൂടാണ്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇങ്ങനെ പോകുമ്പോൾ ലെഫ്റ്റിൽ ഇങ്ങനെ അടിപൊളി വ്യൂ. സ്വർഗം തന്നെ അല്ലേ അജു? സ്വർഗം കണ്ടില്ല, പക്ഷെ ഇപ്പം കണ്ട്. സ്വർഗം കണ്ടുണ്ടോ ചോദിച്ചാൽ ഇതാണ് മോനെ സ്വർഗം. ഈ ഓക്കെ അല്ലേ? എനിക്ക്
ഗൈസ് നിങ്ങളിപ്പോൾ കണ്ട വിഷയമുണ്ടല്ലോ മറിഞ്ഞിട്ട് വീണതാ. ഒരു നന്നായി മറിഞ്ഞിട്ട് വീണ കുറച്ചൊരു സീരിയസ് ഉള്ളൊരു മാറ്ററാണ് ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. എൻ്റെ ഞാൻ ബ്ലാക്ക് മഞ്ഞ്, ബ്ലാക്ക് സ്നോ എന്ന് പറയുന്നത്. അല്ല അജുവിൻ്റെ കാലിന് ചേർക്കാൻ വേണ്ടി. അജുവിൻ്റെ കാലം നോട്ടെ, പൊന്തിക്ക് നോക്കട്ടെ, കാണിച്ചോട്ടെ. കുറച്ചൊരു ഒരയിൽ വെട്ടിയിരുന്നു. പക്ഷെ അവൻ ശരിക്കും വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ എന്താ വെച്ചാൽ കഴിക്കാൻ പറ്റിയിട്ടുണ്ടാവുന്നല്ലേ. പക്ഷേ കഴിക്കൊന്നും പറ്റില്ല. നിങ്ങൾ ഇത് കണ്ടോ, ഇത് ബ്ലാക്ക് സ്നോ, അതായത് റോഡിൽ മൂടി കിടക്കുന്ന ഒരു സ്നോ ആണ്. അതിപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇതാ കണ്ടോ, ബ്രേക്ക് ചെയ്താൽ വീക്കും. അപ്പം പതുക്കെ പോകണം. ഇതിപ്പോൾ ഞാൻ തന്നെ സ്കിഡായി പോകുന്നുണ്ട്. ഭയങ്കര ഡേഞ്ചർ ആട്ടോ അത്. ഇവിടെയൊക്കെ സ്നോ ഉണ്ട്. അപ്പോൾ ഗായ്സ് ഒരു വീഴ്ചയൊക്കെ കഴിഞ്ഞു, കഴിച്ചിലായിട്ടുണ്ട്, വലിയ കുഴപ്പമില്ല. അജുവിന് കാലിനൊരു ചെറിയ സ്ക്രാച്ച് വീണിട്ടുണ്ട്, കുഴപ്പമില്ല. അവന് പിന്നെ ഇരുന്നിട്ട് സ്ക്രാച്ച് വീണതാണ്. ചിറിച്ച് മരിച്ചു വീണിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ ചിരിക്കുക. ഇവന് പിന്നെ വീണാൽ വെറും ചിറിയേ ഉണ്ടാവുള്ളൂ. ഇതാണ് ഈ വഴിക്കാണ് റോപ്പേൻ്റെ പോക്ക്. സംഗതി കുറേ ഉണ്ടല്ലോ. അങ്ങനെ താഴത്തെ ടൗണിലെത്തിയിട്ടുണ്ട്. അപ്പം SMT എന്താ കറക്റ്റ് അറിയില്ല. അവിടെ പോയിട്ട് പെർമിറ്റ് കിട്ടുമോ ഇല്ല എന്നുള്ളത് ചോദിക്കണം. ഇവിടേക്കാണ് അതിൻ്റെ ഓഫീസ്. നമ്മൾ അവിടെ പോയപ്പം പറഞ്ഞ് അവിടെ പെർമിഷൻ ഇല്ല, എന്തായാലും ക്ലോസ് ചെയ്ത് നിങ്ങൾ 2-3 ആഴ്ച മുന്നേ വരേണ്ടിയിരുന്നു. അപ്പം അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ ഒരു നീതി വില്ലേജ് ഉണ്ട്, അതായത് ഇന്ത്യയിലെ ലാസ്റ്റ് വില്ലേജാണെന്നാണ് പറഞ്ഞത്. അങ്ങോട്ടൊന്ന് പോയേക്കാം. പിന്നെ ആൾക്കാർ ഇവിടെയൊക്കെ ഉണ്ടോ തണുത്തിട്ട് ഒന്ന് ചൂട് കൊള്ളാൻ വേണ്ടിയിട്ട് പത്തിൻ്റെ ഇരിക്കുന്നുണ്ടോ. അതൊക്കെ വലിയ സംഭവമാണ്. എന്താ വെച്ചാൽ തണുത്ത് ഉറച്ച് നിൽക്കുന്ന ക്ലൈമറ്റിൽ കുറച്ചൊരു ചൂട് കൊള്ളാന്ന് പറഞ്ഞാൽ നല്ലൊരു സുഖമല്ലേ. അജുവിൻ്റെ കാല് സുഖമില്ലായിട്ട് ചാരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നീതി വില്ലേജിലേക്ക് പോവാം. 2 മണിക്കൂറിന് മുകളിൽ ഓടാണ്ട് പോയി നോക്കാം എന്തായാലും. അപ്പോൾ ടു റൈറ്റ്.